തിരിച്ചു വരുന്നു നമ്മൾ ഓക്സിജൻ തമ്മിൽ ബൈ എസ്കേലിലേക്ക്. ചിരിയുടെ കാര്യങ്ങൾ തുടരുന്നു. ഈ ഒരു ചർച്ചയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ടെ. സാധാരണ ഈ തമ്മിൽ നമ്മൾ കാണാറുണ്ട്. ഒരു 3rd ഗിയറിൽ തുടങ്ങി 4th ആയി അവസാനം 6th ഗിയറിൽ ഭയങ്കര ബഹളത്തിൽ അവസാനിപ്പിക്കാറുണ്ട്. പക്ഷെ ഇത് തുടങ്ങിയപ്പോഴായിരുന്നു 5th 6th ഗിയർ. അവസാനം ഇവരെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. വിമർശിച്ച് പറയുക, അവരെല്ലാം തണുത്തു, ചിരിച്ചു, അവരെല്ലാം കൺവിൻസ്ഡ് ആയി. ഇതിപ്പോ വീണ്ടും പഴയ ലെവലിലോട്ട് 2nd ഗിയറിലോട്ട്. മാത്രമല്ല ഇവരുടെ ഊർജ്ജ സ്രോതസ്സിന് എന്തോ പറ്റിയിട്ടുണ്ട്. അല്ല, അവർക്ക് കാര്യം മനസ്സിലായി. അവരുടെ തെറ്റ് അവർക്ക് തന്നെ മനസ്സിലായി. അതാ തോന്നുന്നു. കാര്യം അറിയോ, ഇവര് കംപ്ലീറ്റ് ഭയങ്കര കയറ്റമായിരുന്നു. ഏറ്റു കഴിഞ്ഞ് പിന്നെ വണ്ടി അങ്ങോട്ട് നീങ്ങുന്നില്ല. അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഓരോ കലയ്ക്കും അതിന്റേതായ സമയങ്ങളിൽ ചില സമയത്ത് ഉയർച്ച. മധു ഇങ്ങോട്ട് ഇറങ്ങുന്നു. കാര്യം ഞാനാണല്ലോ കൺക്ലൂഡ് ചെയ്യുന്നത്. മധു കൺക്ലൂഡ് ചെയ്തു. തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ ഒരു വലിയ സന്തോഷമുള്ള ജോലി പുള്ളി എങ്കിൽ ഞാൻ ഇങ്ങനെ അല്ല മധു പറഞ്ഞു ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞ ഈ ചർച്ചയിൽ ഒരു എന്താ പറയുക, ഒരു തീർപ്പാക്കിയത് പ്രസാദേട്ടൻ പറഞ്ഞതുപോലെ ഒരു സാധനം പറയാൻ മറന്നു. ഗുഡ് ബൈ. ഗുഡ് ബൈ സാറ് പറഞ്ഞോ. എനിക്ക് സന്തോഷമുള്ള കാര്യമുണ്ട്. അവർ നൽകിയ വിമർശനങ്ങളെ, സ്നേഹബുദ്ധിയോടെ നല്ല വിമർശനങ്ങളെ ഏറ്റുവാങ്ങാൻ എന്നും ഹാസ്യ കലാകാരന്മാർ തയ്യാറാണ്. അങ്ങനെ തയ്യാറായതുകൊണ്ടാണ് ഇന്നും മിമിക്രി ജനങ്ങളിൽ 100% ആത്മാർത്ഥതയോടുകൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും കലാകാരന്മാർ ഇന്നും നിലകൊള്ളുന്നു. അപ്പൊ ഈ കലാകാരന്മാർ നീണാൾ വാഴട്ടെ. തീർച്ചയായിട്ടും നീണാൾ വാഴുമല്ലോ. അതുകൊണ്ടാണല്ലോ ഏറ്റവും റേറ്റിംഗിൽ ഐറ്റം വേറെ പോലുള്ള പരിപാടികൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരുള്ളതുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ സാർ, ഈ വി ഡി രാജപ്പൻ സാറ് കുറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും ശബ്ദം അനുകരിച്ചുകൊണ്ട് ചെയ്യുന്ന സുന്ദരി അമ്മട്ടൊക്കെ കഥാപ്രസംഗമായിട്ട് ഞാൻ വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ രാജപ്പൻ സാറിന്റെ എനിക്കൊരു ആഗ്രഹമുണ്ട് മധു. അതിനിടയ്ക്ക് ഇപ്പൊ AI കൊണ്ട് പുതിയ സാധ്യത വന്നിരിക്കുകയാണല്ലോ. മധുവിന്റെ രൂപം വി ഡി രാജപ്പന്റെ കൂട്ടാക്കിയല്ലോ. എന്റെ രൂപം മാറ്റാൻ പറ്റുമോ? മാറ്റണോ? മാറ്റി കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. ഞാനത് എഴുതി കാണിച്ചേക്കണം. അപ്പൊ രായപ്പ സാറിന്റെ പാട്ടല്ല, രായപ്പ സാറിനെ കുറിച്ചൊരു പാട്ടാണ്. രായപ്പ സാറിന്റെ എഴുതിയ അദ്ദേഹത്തിന്റെ പേരൊക്കെ വെച്ചോണ്ടൊരു പാട്ട്, ഒരു പരീക്ഷണം. ഫാദറായ കോട്ടയം പേരൂരുകാരൻ രാജപ്പൻ, വി ഡി രാജപ്പൻ. പാരടിയുടെ ഫാദറായ കോട്ടയം പേരൂരുകാരൻ രാജപ്പൻ, വി ഡി രാജപ്പൻ. നന്മയുള്ള ജീവികളുടെ നല്ല നല്ല കഥ പറഞ്ഞ രാജപ്പൻ, വി ഡി രാജപ്പൻ. നന്മയുള്ള ജീവികളുടെ നല്ല നല്ല കഥ പറഞ്ഞ രാജപ്പൻ, വി ഡി രാജപ്പൻ. കോഴികളുടെ കഥ പറഞ്ഞ ചികയുന്നൊരു സുന്ദരിയും തവളകളുടെ ജീവിതമാമാക്കുമാക്കും. കോഴികളുടെ കഥ പറഞ്ഞ ചികയുന്നൊരു സുന്ദരി തവളകളുടെ ജീവിതമാമാക്കുമാക്കും. പട്ടികൾ തൻ കഥയാകും പ്രിയേ നിന്റെ കൊരയുമുണ്ട് എന്നെന്നും കുരങ്ങേട്ടൻ പ്രേമകഥ, കുരങ്ങിൻ പ്രേമകഥ. പട്ടികൾ തൻ കഥയാകും പ്രിയേ നിന്റെ കുരയുമുണ്ട് എന്നെന്നും കുരങ്ങേട്ടൻ പ്രേമകഥ, കുരങ്ങിൻ പ്രേമകഥ. പാരടിയുടെ ഫാദറായ കോട്ടയങ്കേരൂരുകാരൻ രാജപ്പൻ, വി ഡി രാജപ്പൻ. നന്മയുള്ള ജീവികളുടെ നല്ല നല്ല കഥ പറഞ്ഞ രാജപ്പൻ, വി ഡി രാജപ്പൻ. പ്രേമിക്കുന്ന അവളുടെ പാട്സ് എന്ന കഥ ചുണ്ടലിയുടെ കഥയാകും പൊത്തുപുത്രി. ലോറിങ്കാറും പ്രേമിക്കുന്ന അവളുടെ പാട്സ് എന്ന കഥ ചുണ്ടലിയുടെ കഥയാകും പൊത്തുപുത്രി. കാക്കകളുടെ കഥ പറഞ്ഞ കറുകറുത്ത മണവാട്ടി ആനമയക്കിയക്കിടിയ പാക്കരൻ, അമിട്ട് പാക്കരൻ. ആനകളുടെ കഥ
കഥ പറഞ്ഞ കറുകറുത്ത മണവാട്ടി ആനമയക്കിയ കിടിയ പാക്കരൻ അമിട്ട് പാക്കരൻ പാരടിയുടെ ഫാദറായ കോട്ടയം പേരൂരുകാർ രാജപ്പൻ പീടി രാജപ്പൻ പാരടിയുടെ ഫാദറായ കോട്ടയം പേരൂരുകാർ രാജപ്പൻ പീടി രാജപ്പൻ നന്മയുള്ള ജീവികളുടെ നല്ല നല്ല കഥ പറഞ്ഞ് രാജപ്പൻ വീടി രാജപ്പൻ നന്മയുള്ള ജീവികളുടെ നല്ല നല്ല കഥ പറഞ്ഞ് രാജപ്പൻ വീടി രാജപ്പൻ രാജപ്പൻ വീടി രാജപ്പൻ നമ്മുടെ രാജപ്പൻ വീടി രാജപ്പൻ നമ്മുടെ രാജപ്പൻ വീടി രാജപ്പൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.